പിന്നെന്താ ഉള്ളത്? മീൻ പറ്റിച്ചതുണ്ട്, അയലക്കറിയുണ്ട്. അടിപൊളി കറിവേപ്പിലല്ലേ കിരിക്കാടാ. കളിയാ. ഹായ് ഗൈസ്, നമസ്കാരം. ഇപ്പം നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക ഒരു 3-4 ചക്ക ഇടണമായിരുന്നു. അപ്പം ചക്ക പറിക്കാം എന്ന് കരുതി ചക്ക പറിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തത്. കാരണം വെട്ടി ചക്ക മുറിച്ച് അങ്ങനെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ പൈപ്പ് ഉടയും, അത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, ഇപ്പോൾ ഞങ്ങൾ കയറിട്ട് മേലെ നിന്ന് ഞങ്ങൾ കെട്ടി ഇറക്കാനാണ് പരിപാടി. ഇപ്പോൾ ഞങ്ങൾ കെട്ടി ഇറക്കുകയാണ്. വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം 2 പേര് വേണം അത് ഇറക്കണമെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾ കയർ ഇവിടെ കൊണ്ടുവന്നു ഏണി വെച്ചു. ഇതാ കയറി ഇടാൻ പോവാണ്. അപ്പോൾ കേസ് കയർ കൊണ്ട് ഞങ്ങളിത് ചക്ക ഒരു കേടുപാടും കൂടാതെ ചക്ക അതേ ഞങ്ങൾ ഇറക്കി. നല്ല ചക്കയാണ് ഇത്, കണ്ടോ, എല്ലാം വലിയ ചക്കയാണ്. പിന്നെ ഇത് 2 ചെറിയ ചക്കയുണ്ട്. ഏകദേശം ഒരു ഇത്രയും ചക്ക ഞങ്ങൾ പറിച്ചിവിടെ. ഇനി കുറച്ച് ചക്ക ഇത് നിപ്പുണ്ട്, ഇതുണ്ടോ, ഇനി ചെറുതാണ് നിൽക്കുന്നത്. എന്നാലും നിൽക്കട്ടെ, വേസ്റ്റാണ് പോകണ്ടെന്ന് കരുതി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചക്ക ഇനി വണ്ടിയിൽ കയറ്റാം. ഗെയ്സ്, ഈ ബാംഗ്ലൂർ മാങ്ങ, സേലം മാങ്ങ എന്ന് കേട്ടിട്ടില്ലേ? ബാംഗ്ലൂർ മാങ്ങ എന്ന് പറയും, സേലം മാങ്ങ എന്ന് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. അത് ഞാൻ കാണിക്കാം. നിലത്ത് നമുക്ക് പറിക്കാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാണിച്ചു, ഇതുണ്ടോ മാങ്ങ നിൽക്കുന്നുണ്ടോ? കൈ എത്തി നമുക്ക് പറിക്കാൻ പറ്റും, ആ രീതിയിലാണ് ഇത് നിൽക്കുന്നത്. ഇതിനകത്ത് കുറച്ച് മാങ്ങ ഇതിനകത്തുണ്ട്. ഇനി എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം ഇതുണ്ട്. ഇവിടെ നമ്മളൊരു മംഗള കമുക് വെച്ചായിരുന്നു. തമിഴ്നാട്ടിൽ കമുക് വരുമോ ഇല്ലയോ എന്നുള്ള സംശയമായിരുന്നു. ഇപ്പം അത് കൊലയായി കേട്ടോ, പൂ വന്നു. ഇതുണ്ടോ, ഇതിന് കൊലച്ച് കായാകും. അതിൻ്റെ മേലെയാണ് ആ പാള നിൽക്കുന്നത്. ഇതൊരു വലിയ അതിശയം വരുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ തമിഴ്നാട്ടിൽ ആർക്കും അറിയില്ല. ഇവിടെ കമുകും തോട്ടം അങ്ങനെ ഇല്ല. പിന്നെ ഉണ്ടെങ്കിലും വല്ല നാഗർകോവിൽ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്കെല്ലാം അതിശയമാണ് ഈ സംഭവം. ഇതിവിടെ വരുമോ എന്നൊക്കെ ഉള്ളൂ. ഇവിടെ 2 മംഗളക്കമ്പ് വെച്ച് നമ്മുടെ ഒരു സുഹൃത്ത് വെച്ചതാണ്. അതെന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. അതൊരു സന്തോഷം, മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട്. ആ ആ ആ அப்படியா? കറിവേപ്പില നമുക്ക് പറിക്കാം. കറിവേപ്പില നിൽക്കുന്നുണ്ടോ? നല്ല അടിപൊളി കറിവേപ്പിലയാണ് കേട്ടോ. നമ്മൾ കറിവേപ്പ് എപ്പോഴും ഒടിച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല കറിവേപ്പില കിട്ടും. ഉണ്ടോ, ഞാനിപ്പം കറിവേപ്പില പറിക്കാം. അപ്പോൾ കേസ് മാങ്ങയും ചക്കയും എല്ലാം പറിച്ച് ഭയങ്കര ടയർഡായിപ്പോയി, നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് നമ്മുടെ വാമഭാഗം കുറച്ച് ചോറും മീൻകറിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കാം. ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് എന്താണ് സംഭവം നമുക്ക് നോക്കാം. അപ്പം ചോറുണ്ട്, പിന്നെന്താ ഉള്ളത്? നല്ല മീൻ പറ്റിച്ചതുണ്ട്. പിന്നെന്താ ഉള്ളത്? നല്ല നാന്തരം അയലക്കറിയുണ്ട്. ഇവനെ കൂട്ടി ഇവനെ വെച്ചിട്ട് ഇനി ഒരു പിടി പിടിക്കാം അല്ലേ? ഇതും കൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. പിന്നെ വൈഫ് ചങ്ങനാശ്ശേരിക്കാരി ആയതുകൊണ്ട് നല്ല അടിപൊളി കറി വെക്കും. നല്ല കുടംപുളിയൊക്കെ ഇട്ട മീൻകറിയാണ്. എന്തായാലും ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഗേസ്, അടിപൊളി കറി. ഇങ്ങനെ സൂപ്പറാണ്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കലാപരിപാടികൾ.
ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി പയ്യെ ഇത് കറിവേപ്പില ലാസ്റ്റ് പറിച്ചാലേ ഇത് വാടാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് പോകുന്ന സമയത്ത് മാത്രമേ ഞാൻ കറിവേപ്പില പറിക്കത്തുള്ളൂ. ഇതുണ്ട് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. ഇതുണ്ട് അടിപൊളി കറിവേപ്പിലല്ലേ. ഇതിങ്ങനെ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒടിച്ചെടുക്കും കേട്ടോ. അപ്പം വീണ്ടും അത് കിളുത്ത് വരും. അപ്പോൾ നമുക്ക് താഴെ നിന്ന് നമുക്കിത് എടുക്കുകയും ചെയ്യാം. ഇനി എനിക്ക് ഏറ്റവും സന്തോഷപ്പെട്ട ഒരു കാരണം, സന്തോഷം തരുന്ന ഒരു കാര്യം ഇതുണ്ട്. ഇവിടെ നമ്മളൊരു മംഗള കമുക് വെച്ചായിരുന്നു. തമിഴ്നാട്ടിൽ കമുക് വരുമോ ഇല്ലയോ എന്നുള്ള സംശയമായിരുന്നു. ഇപ്പം അത് കൊലയായി കേട്ടോ. പൂ വന്നു. ഇതുണ്ടോ, ഇതിനി കൊലച്ച് കായാകും. അതിൻ്റെ മേലെയാണ് ആ പാള നിൽക്കുന്നത്. ഇതൊരു വലിയ അതിശയം വരുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ തമിഴ്നാട്ടിൽ ആർക്കും അറിയില്ല. ഇവിടെ കമുകും തോട്ടം അങ്ങനെ ഇല്ല. പിന്നെ ഉണ്ടെങ്കിലും വല്ല നാഗർകോവിൽ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ളവർക്കെല്ലാം അതിശയമാണ് ഈ സംഭവം. ഇതിവിടെ വരുമോ എന്നൊക്കെ ഉള്ളൂ. ഇവിടെ 2 മംഗള കമുക് നമ്മുടെ ഒരു സുഹൃത്ത് വലുതാണ്. അതെല്ലാവരും നന്നായിട്ട് വന്നിട്ടുണ്ട്. സന്തോഷം, മനസ്സിന് ഒരുപാട് സന്തോഷമാണ്.